السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പാരമ്പര്യ ഇസ്ലാമിൻ്റെ തനത് സൗന്ദര്യത്തെ മാറ്റി നിർത്തുകയും മതനവോത്ഥാനത്തിൻ്റെ കപടമുഖം മൂടിയെടുത്തണുകയും ചെയ്യുന്ന സലഫിസ്റ്റ് ഇസ്ലാമിൻ്റെയും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെയും ആശയധാരകൾ ഇസ്ലാമിൻ്റെ ആ പാരമ്പര്യ വിശ്വാസങ്ങളെ തകർക്കുന്ന രൂപത്തിൽ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് പാരമ്പര്യ മുസ്ലിം ആദികൾ ആലോചനകൾ എന്ന വിഷയത്തെ നാം ചർച്ചിക്കുന്നത്. ഒരു ഭാഗത്ത് മതത്തിനകത്തെ മതനവോത്ഥാനത്തിൻ്റെ കടന്നുവരവും, മറുഭാഗത്ത് കുടുംബമടങ്ങുന്ന മതസ്ഥാപനങ്ങളെയും സമൂഹ സ്ഥാപനങ്ങളെയും സാമൂഹിക മൂല്യങ്ങളെയും സംസ്കാരങ്ങളെയും ആകമാനം റദ്ദ് ചെയ്യുന്ന ലിബറൽ ആശയങ്ങൾക്ക് കൊടിപിടിക്കുന്നത് നമ്മുടെ ഏറ്റവും കൂടുതൽ മതേതരത്വവും ബഹുസ്വരതയും കൂടുതലായി വാദിക്കപ്പെടുന്ന കേരളത്തിലെ സ്കൂൾ വരാന്തകളിൽ വരെ താണ്ഡവമാടുന്ന പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നാം ഈ ഒരു വിഷയം ചർച്ചക്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ മതത്തിനകത്ത് നിന്നുള്ള വീക്ഷണ കണ്ണോടുകൂടി കാണാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൽ തന്നെ മതപ്രചാരണം ഒരു മുസൽമാന് നടത്തണമെന്നുണ്ടെങ്കിൽ അപ്രഖ്യാപിതവും അലിഖിതവുമായിട്ടുള്ള നിയമങ്ങളാണ് കടന്നു വരുന്നത്. തന്മൂലം മതേതരത്വം നിരന്തരം ഇൻഡിപെൻഡൻസ് ഡേകളെ പോലത്തെ ദിനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തെളിയിക്കേണ്ട ഒരാവശ്യകത മുസൽമാൻ വരുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഓണം ദിനം ആഘോഷിക്കാൻ പാടില്ല എന്നൊരു മുസൽമാന് പറഞ്ഞു വെക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഓണം ആഘോഷിക്കണം, ഓണം വൈബിനോട് സമരസപ്പെടണം എന്ന ഒരു തലത്തിലേക്ക് പോയാൽ മാത്രമേ മതേതരത്വം തെളിയിച്ച ഒരു മുസൽമാൻ ആവുകയുള്ളൂ എന്ന തരത്തിലേക്ക് സമൂഹ ചിന്തയുടെ ധാര അത് രൂപാന്തരപ്പെട്ടു വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ലിബറൽ ചിന്തകൾ നമ്മുടെ മതത്തിനകത്ത് കടന്നു കയറുകയും അത് പടർന്നു പന്തലിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. മതത്തിന്റെ ആധ്യാത്മികാധ്യാപനങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ലിബറൽ ചിന്തകൾ അടങ്ങുന്ന മോഡേൺ കൾച്ചർ പുതിയ മേലങ്കി എടുത്ത് അണിഞ്ഞുകൊണ്ട് ഇന്ന് നമ്മുടെ ആഘോഷ പരിപാടികളാകുന്ന നബിദിന പരിപാടികളിൽ പോലും ഇന്ന് കടന്നു വന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെയാണ് തലപ്പാവുധാരികളും അവരുടെ പ്രഭാഷണങ്ങളും അവരുടെ വയത് പരമ്പരകളും ട്രോൾ ചെയ്യപ്പെടുകയും ഉലമാക്കൾക്ക് മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്ന് പോലും ഉപദേശം കേൾക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ നമുക്ക് കാണുന്നത്. എന്നാൽ ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള ലിബറേഷൻ ചിന്തകളുടെ കുപ്രചാരണത്തിൽ മുസ്ലിങ്ങൾ നീറുന്ന പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് പറഞ്ഞു വെക്കുമ്പോൾ തന്നെയും മറുഭാഗത്ത് സലഫികളുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും എല്ലാം മുഖ്യധാര മുസ്ലിം വഴിയിലേക്കുള്ള കടന്നുവരവിനെ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പൊതു ചർച്ചയിടങ്ങളിലും പൊതുമാധ്യമ ചർച്ചകൾക്കിടയിലും മുസ്ലിം സീറ്റുകൾ അല്ലെങ്കിൽ മുസ്ലിം മുഖ്യധാരയുടെ സീറ്റുകൾ അവരുറപ്പിക്കുന്ന ഈ ഒരു സന്ദർഭത്തെ നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. രാഷ്ട്രീയ വിമർശനങ്ങളെയോ അല്ലെങ്കിൽ സാമൂഹ്യ വിമർശനങ്ങളെയോ കണക്കിലെടുക്കുമ്പോൾ അതിനെ ആര് വിമർശിച്ചുവോ, അത് പ്രത്യേകിച്ച് ഭരണകക്ഷിക്കെതിരിലാണെങ്കിൽ അവരെ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂട്ടിൽ കെട്ടുന്ന രാഷ്ട്രീയ പ്രവണത, അവരെ 6-ാം നൂറ്റാണ്ടിലേക്ക് കെട്ടിക്കെട്ടിക്കുന്ന ഒരു ദുരവസ്ഥ, ഇതിനെല്ലാം പുറമെ ഇന്ത്യയിൽ നടക്കുന്ന RSSന്റെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്കൊടുവിൽ അത് മതേതരം വാദിക്കപ്പെടുന്ന മതേതരത്വത്തിന്റെ അടിത്തറ എന്ന് വാദിക്കപ്പെടുന്ന ഈ ഒരു കേരളത്തിൽ പോലും അതിന്റെ പ്രതിഫലനങ്ങൾ നമ്മൾ കണ്ടുവരികയാണ്. ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിൻ UP-യിൽ നടന്നപ്പോൾ അതിനെതിരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പീഡനങ്ങൾ അനുഭവിച്ച ആ മുസ്ലിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടുണ്ടായ കേരളത്തിൽ നിന്നുള്ള വാദഗതികളെ വിമർശനാത്മകമായി ചിത്രീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. പത്രതലക്കെട്ടുകളിൽ മുസ്ലിം നാമധാരികളാണ് വരുന്നതെങ്കിൽ, കേസുകളിൽ പ്രതികളായി വരുന്നതെങ്കിൽ അതിനെ ഹൈലൈറ്റ് ചെയ്ത് മാർക്ക് ചെയ്യുകയും നേരെ തിരിച്ചാണെങ്കിൽ ഒരു മൂലക്ക് കൊണ്ടുപോയി കെട്ടുന്ന ഒരവസ്ഥ നമുക്ക് മുൻപിലുണ്ട്. AP ഉസ്താദ് എന്ന മുഖ്യധാര മുസ്ലിം നേതാവിന്റെ പേര് മാത്രം ഉന്നയിക്കപ്പെട്ടുകൊണ്ട് നിമിഷപ്രയുടെ കേസിൽ മുഖ്യധാര മാധ്യമങ്ങൾ തുടക്കകാലങ്ങളിൽ വിമുഖത കാണിച്ചത് നമുക്ക് മുമ്പിലില്ലേ? മുസ്ലിമാണോ, അവൻ അംഗീകരിക്കുന്നത് വലിയ പാപമാണ് എന്ന ഒരു ചിന്താധാര രൂപപ്പെട്ടു വരുന്ന പ്രയത്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ മുസ്ലിമിനെതിരെയുള്ള വർഗീയ ചിന്തകൾ മാത്രം പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള ഓൺലൈൻ ചാനലുകൾ ഇന്ന് നിലവിലുണ്ട്. സൂംബ ഡാൻസിനെ എതിർത്ത സ്കൂൾ അധ്യാപകനെതിരിൽ സസ്പെൻഷൻ എന്ന നടപടിക്രമം സ്വീകരിക്കുകയും അയാളെ അപരിഷ്കൃതനെന്ന് മുദ്രകുത്തപ്പെടുകയും ചെയ്ത ഒരവസ്ഥ നമുക്ക് മുമ്പിലുണ്ട്. ഈ വെല്ലുവിളികളെയെല്ലാം നമ്മൾ തരണം ചെയ്തെങ്കിലേ നമുക്ക് നമ്മുടെ പാരമ്പര്യ ഇസ്ലാമിന്റെ തനതായ ശൈലികളെ വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുകൂടി നമ്മൾ ചേർത്തി വായിക്കേണ്ടതുണ്ട്. ഈ വെല്ലുവിളികളെല്ലാം നാം പറഞ്ഞു വെക്കുമ്പോൾ തന്നെയും
നമ്മൾ ദീനീ ദഅവത്തിനെ ചുരുക്കിക്കെട്ടി ഒരു സേഫ് സോണിലേക്ക് കുടിയേറാനല്ല ഈ പേടിപ്പെടുത്തുന്ന വാർത്തകൾ നമ്മൾ നിരന്തരം ചർച്ചിക്കുന്നത്. മറിച്ച് ആ പ്രശ്നങ്ങളെല്ലാം ചരിത്രം വെച്ച് പഠിച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതത്തെയും ഖുലഫാഉർ റാഷിദിന്റെ പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതത്തെയും അങ്ങനെ ഓട്ടോമൻ സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുണ്ടായ സാഹചര്യങ്ങളെയും അവർ നേരിട്ട കൂട്ടക്കൊലകളെയും കൂട്ടക്കുരുതികളെയും പഠിച്ച് അതിൽ നിന്നും പ്രോത്സാഹനം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ രീതിയിൽ ദീനീ ദഅവത്തിനെ അവതരിപ്പിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദീനിനെ ഇസ്സത്ത് പകരുന്ന രൂപത്തിൽ ദീനീ ദഅവത്ത് നടത്താൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.